ഞാൻ ഓഡിബിൾ ആണോ? അതെ. ഓക്കെ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞത് ടെസ്റ്റ് എൻജി ഫ്രെയിം വർക്ക് ആയിരുന്നല്ലേ? തിയറി പോർഷൻസ് കുറച്ച് പറഞ്ഞു. ഡൗട്ട്സ് ഉണ്ടോ അതിലേതെങ്കിലും? ഇല്ല. ഓക്കെ. ഹരിതയുടെ ലാപ്പ് എപ്പോഴാണ് കിട്ടുക? മാം ഇന്ന് ഉച്ചയ്ക്കാണ് വരാൻ പറഞ്ഞത് അവര്. ഓക്കെ. ഡാറ്റ ഒന്നും പോകില്ലല്ലോ അല്ലേ? ഹലോ, ലാപ്പിന്ന് ഡാറ്റ പോകൂടാ? ഡാറ്റ പോവില്ലെന്നാണ് മാം തോന്നുന്നത്. ഓക്കെ. അല്ല, പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചിട്ടായിരുന്നു. ഭാഗ്യ അതെ ലേറ്റസ്റ്റ് കോഡ് പുഷ് ചെയ്തിട്ടുണ്ട് അന്ന്. ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ റെപ്പോ ഒന്ന് റെഫർ ചെയ്യാലോ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നമ്മൾ ടെസ്റ്റ് എൻജിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫീച്ചർ ആയിരുന്നു അനോട്ടേഷൻസ് അല്ലേ? Just 1 second. ഓക്കെ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫസ്റ്റ് കീ പോയിന്റ് ആണ് ടെസ്റ്റ് എൻജി അനോട്ടേഷൻസ് അല്ലേ? സോ ടെസ്റ്റ് എൻജി അനോട്ടേഷൻസ് എപ്പോഴും നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? @ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, ടെസ്റ്റ് എൻജി അനോട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട്. മെയിൻ മെത്തേഡ് വേണ്ട. ടെസ്റ്റ് എൻജി അനോട്ടേഷൻസ് ANN ആണ് കേട്ടോ അരവിന്ദ്, സിംഗിൾ N അല്ലേ? അതുപോലെ നീ അവിടെ ഒന്ന് റീനെയിം ചെയ്തടാ ഫയൽ. റീനെയിം ഫയൽ. ഓക്കെ. സോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന
ടെസ്റ്റ് എൻജി അനോട്ടേഷൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് @before method. ഓക്കെ, @before method. @before method എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഞാൻ പറഞ്ഞ ടേംസിൽ ടെസ്റ്റ് മെത്തേഡ് എന്നൊരു ടേം ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ ഓരോ ടെസ്റ്റ് മെത്തേഡും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. ഒരു സെറ്റപ്പ് ചെയ്യുന്നത് പോലെ ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് ഓരോ ടെസ്റ്റ് മെത്തേഡും സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാനാണ് നമ്മൾ @before method എന്ന് പറഞ്ഞ അനോട്ടേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? പറയാം. അതായത് നമ്മൾ ടെസ്റ്റ് മെത്തേഡ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോടാ? യെസ്. അപ്പൊ ഈ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഇതില് ഒരു ടെസ്റ്റ് മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഏതിൽ കൊടുക്കാൻ പറ്റും? @before method എന്ന് പറഞ്ഞ അനോട്ടേഷനിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ടെസ്റ്റ് എൻജി തൊട്ട് ഇനി അങ്ങോട്ട് നമ്മൾക്ക് മെയിൻ മെത്തേഡ് ഇല്ല. ഓക്കെ, അപ്പോ ഇത് വർക്ക് സ്പേസിൽ ഒന്ന് ടൈപ്പ് ചെയ്തേടാ @before method. ബിഫോർ മെത്തേഡ് എം ക്യാപ്സ് കൊടുത്തേ, അതൊരു കീവേഡ് ആണ്. അതെ ബി ക്യാപ്സ് കൊടുത്തേടാ, ബിയും എമ്മും ക്യാപ്സ് കൊടുക്കാൻ. ഇമ്പോർട്ട് കൊടുക്കും, അത് താഴെ ടൈപ്പ് ചെയ്യൂ പബ്ലിക് എന്ന് ടൈപ്പ് ചെയ്തിടൂ. എൻ്റർ അടിച്ച് പബ്ലിക് എന്ന് ടൈപ്പ് ചെയ്തിടൂ. ജസ്റ്റ് എറർ പോയല്ലേ? ഓക്കെ, പബ്ലിക്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു മെത്തേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യൂ. വോയിഡ് ആയിട്ട് പേര് കൊടുത്തോളൂ, ബിഫോർ മെത്തേഡ് എക്സിക്യൂഷൻ പേര് കൊടുത്തോളൂ. മെത്തേഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടൂ, കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യൂ. ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കൂ അവിടെ. അതൊക്കെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് സെഷൻ. ഇല്ല, വന്നിട്ടില്ല. അവിടെ ബിഫോർ മെത്തേഡിന്റെ അവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ എന്താ കാണുന്നത്? പബ്ലിക് വോയിഡ് കൊടുക്കടാ. അത് ലാസ്റ്റ് തിരുത്താവേ. അവിടെ ജസ്റ്റ് സിസ് ഔട്ടിൽ എന്താ ബിഫോർ മെത്തേഡ് എന്ന് കൊടുത്തോളൂ. എല്ലാവരും, ഞാനിപ്പോ ഒരു ഇമ്പോർട്ട് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നവിടെ പ്ലേസ് ചെയ്ത് നോക്കൂ, വർക്ക് ആവുന്നുണ്ടോന്ന്. ബിഫോർ മെത്തേഡ് ചാറ്റിൽ ഞാനൊരു ഇമ്പോർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. മുകളിൽ എനിക്ക് ഇത് തന്നെ വന്നത്. ആഡ് ടെസ്റ്റ് എൻജി ലൈബ്രറി. ഇപ്പോൾ XML-ലേക്ക് പോയിക്കോളൂ. ഞാനൊരു ഡിപ്പെൻഡൻസി തരാം, അതവിടെ ആഡ് ചെയ്യൂ കേട്ടോ.
ചാറ്റിലിരുന്ന് നോക്കിയടാ. ഈ ഒരു ടെസ്റ്റെൻജി എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻസി ആണ് നമുക്ക് ടെസ്റ്റെൻജിയുള്ള ക്ലാസ്സസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, നൊട്ടേഷൻസിനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എന്നോട് വിട്ടുപോയായിരുന്നു. അത് സാരമില്ല. നോർമലി താഴെ ആഡ് ചെയ്താൽ മതിയോ? ആ മതി. സെലീനി എച്ച് ക്യൂവിന്റെ താഴെ ആഡ് ചെയ്തോളൂ. ഹലോ, സെലീനി എച്ച് ക്യൂവിന്റെ താഴെ ആഡ് ചെയ്തോളൂ. ഡിപ്പെൻഡൻസിന്റെ താഴെ കറക്റ്റാ. നീ എടുത്ത പൊസിഷൻ കറക്റ്റ്. എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ അല്ലേ? ആ മതി. നെക്സ്റ്റ് ഡിപ്പെൻഡൻസി ആയിട്ട് സേവ് ചെയ്യൂ. നീ ടെസ്റ്റും അനോട്ടേഷൻസിലേക്ക് പോയിക്കോളൂ. ബിഫോർ മെത്തേഡ് ക്ലിയർ ആയോ? എന്തിനാ മുമ്പിൽ എഴുതുന്നത് മനസ്സിലായില്ല. പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. അതായത് ലെറ്റ്സ് സേ ഓരോ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഓരോ ബ്രൗസർ ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. ഒരു എക്സാമ്പിൾ ആണ്. ബിഫോർ മെത്തേഡ് എന്ന് പറഞ്ഞ അനോട്ടേഷന്റെ ഉള്ളില്, അനോട്ടേഷൻ വെച്ചിട്ടുള്ള ഒരു മെത്തേഡില് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുകയാണ്. ഇപ്പൊ ലെറ്റ്സ് ഞാൻ ബ്രൗസർ ഇനീഷ്യലൈസേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൊടുക്കാനായിട്ട് അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓരോ ടെസ്റ്റ് മെത്തേഡും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അല്ലേ? ഓരോ ബ്രൗസർ എനിക്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് ഓരോ ടെസ്റ്റ് മെത്തേഡ് ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഏതിൽ കൊടുക്കാൻ പറ്റും? ബിഫോർ മെത്തേഡിന്റെ അകത്ത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇതിന്റെ നേരെ റിവേഴ്സ് എടുക്കാം നമുക്ക്. ആഫ്റ്റർ മെത്തേഡ്. അതായത് ലെറ്റ്സ് സേ ഓരോ തവണയും നമ്മൾ ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ആവണം, ടെസ്റ്റ് കേസ് ഈസ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എഴുതി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ യൂസ് ചെയ്യുന്ന അനോട്ടേഷൻ ആണ് ആഫ്റ്റർ മെത്തേഡ്. ഈ ഇതിന്റെ താഴോട്ട് വെറുതെ അങ്ങ് എഴുതിയാൽ മതിയോ? ഇങ്ങനെ നമ്മൾ വെറുതെ അതിന്റെ താഴെയല്ല, അടുത്തൊരു അനോട്ടേഷൻ ആയിട്ട്. അതായത് പബ്ലിക് വേർഡ് ബിഫോർ മെത്തേഡ് എക്സിക്യൂഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ മുകളിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് എഴുതുക? അനോട്ടേഷൻസിനെ മാർക്ക് ചെയ്യുക. മുകളിൽ തന്നെയാണോ? മുകളിലല്ലടാ, അടുത്തൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം നമുക്കതിന്. ആഫ്റ്റർ മെത്തേഡ് എന്നിട്ട് താഴെ ടൈപ്പ് ചെയ്തോളൂ.
അവിടെ ടൈപ്പ് ചെയ്യൂ അതില് ടൈപ്പ് ചെയ്യൂ ആഫ്റ്റർ മെത്തേഡ് എക്സിക്യൂഷൻ എന്ന്. എവിടെയാ മനസ്സിലായില്ലേ? ആ മെത്തേഡിന്റെ അകത്ത് ഇതും സിസ്റ്റമാണോ? ഓക്കെ. എല്ലാവരും ഒരു സിസൗട്ട് കൊടുത്തേ ആഫ്റ്റർ മെത്തേഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ, അതായത് ടെസ്റ്റ് കേസ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ട് അല്ലേ? ടെസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞത്, ഓരോ സിനാരിയോസും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സിനാരിയോസിനെയും ടെസ്റ്റ് എഞ്ചിൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അനോട്ടേഷൻ ആണ് @test. ഓക്കെ, നമ്മൾ എഴുതുന്ന ഓരോ സിനാരിയോസിനെയും ഐഡന്റിഫൈ ചെയ്ത് ഓരോ ടെസ്റ്റ് മെത്തേഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ഓരോ ടെസ്റ്റ് മെത്തേഡ്സിനെ ഐഡന്റിഫൈ യൂസ് ചെയ്യുന്ന അനോട്ടേഷൻ ആണ് @test എന്ന് പറയുന്നത്. ഇത് ഈ ഫ്രെയിംവർക്കിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതെ, ഫ്രെയിംവർക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ടെസ്റ്റ് എഞ്ചിൻ ഫ്രെയിംവർക്കിന് സെൽഫ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇത് വേറെ ഫ്രെയിംവർക്ക് ആണെങ്കിൽ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കില്ല? ഇല്ല, അവിടെ മാറും, ഡിഫറൻസ് ഉണ്ടാവും. അനോട്ടേഷൻസും മെത്തേഡ്സും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ JUnit ആണെങ്കിൽ തോന്നുന്നു @before മെത്തേഡ് @before വേറെ എന്തോന്നാണ്, ടെസ്റ്റോ അങ്ങനെ എന്തൊക്കെയാണ്. ഡിഫറൻസസ് ഉണ്ട് എല്ലാറ്റിനും. എന്താണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്? @test ടൈപ്പ് ചെയ്യൂ. ടി ക്യാപ്സ് കൊടുത്തേ. എപ്പോഴും ശ്രദ്ധിക്കുക, അനോട്ടേഷൻസിന്റെ ഫസ്റ്റ് വേർഡ് ക്യാപ്സ് ആയിരിക്കും കേട്ടോ. പബ്ലിക് വോയിഡ് വെരിഫൈ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടെങ്ങാനും വെരിഫൈ വി കൊടുത്തിട്ടില്ലടാ. ഭാഗ്യ ചെയ്തു പോകുന്നില്ലടാ കൂടെ. ഹരിത നോട്ട് ചെയ്ത് പോണേടാ, ലാപ്പിൽ ചെയ്യണേ. ഓക്കെ, ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്യടാ. യെസ്, ഇനി അവിടെ ടൈപ്പ് ചെയ്യൂ. ജസ്റ്റ് സിസ് ഔട്ടിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തോളൂ അവിടെ. ഇവിടെ @test കൊടുത്തപ്പോ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ നിങ്ങള്? ആ റൺ ക്ലിക്ക് ചെയ്തേ. ക്ലിക്ക് ചെയ്തോളൂ. എന്താണ്? അലോ കൊടുക്കടാ. ഓക്കെ, ഇവിടെ കണ്ടോ വെരിഫൈ ടെസ്റ്റ് കേസ്. ഇവിടെ റിസൾട്ട് ഓഫ് ടെസ്റ്റ് എഞ്ചിൻ റണ്ണിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇതാണ് നമ്മളുടെ റിസൾട്ടിന്റെ സെറ്റ്. അതായത് ഇത് പാസ്ഡ് ആണെങ്കിൽ അവിടെ ഗ്രീൻ ടിക്കും, ഫെയിൽഡ് ആണെങ്കിൽ ബ്ലൂ ക്രോസ് മാർക്കും കാണാം. ഓക്കെ, എവിടെയോ വെരിഫൈ ടെസ്റ്റ് കേസ് എന്നല്ലേ അവിടെ? വെരിഫൈ ടെസ്റ്റ് കേസിന്റെ താഴെ നോക്കടാ, താഴത്തെ കൺസോൾ ഒക്കെ ഉള്ള അവിടെ നോക്ക്. വെരിഫൈ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ട് താഴെ കണ്ടോ? താഴെ വാ. ഈ ഗ്രീൻ ടിക്ക് മാർക്കിന് പകരം എന്ത് വരും അവിടെ? ആ ഗ്രീൻ ടിക്ക് മാർക്കിന് പകരം എന്ത് വരും? ഒരു ബ്ലൂ കളറുടെ ക്രോസ് മാർക്ക് വരും.
മനസ്സിലായോ? അല്ല ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ റണ്ണ് കൊടുത്തപ്പോ ഈ ടെസ്റ്റ് കേസ് മാത്രം റണ്ണാവോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ആ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ടെസ്റ്റ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും. @ബിഫോർ @ആഫ്റ്റർ എന്ന് പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈ ടെസ്റ്റ് കേസിനെ ബേസ് ചെയ്തായിരിക്കും. ഇവിടെ ഇനി ആ കൺസോളിലൊന്ന് പോയി നോക്കൂ. കൺസോളിൽ നിൽക്കുന്നതായി കൺസോൾ ഒന്ന് മുകളിലേക്ക് പോയി നോക്കിക്കല്ലേ, എന്തെങ്കിലും പ്രിന്റ് ആയിട്ടുണ്ടോ നോക്കൂ. കണ്ടോ? ബിഫോർ മെത്തേഡ്, അത് കഴിഞ്ഞിട്ട് ഏത് പ്രിന്റ് ആയി? വെരിഫൈഡ് ടെസ്റ്റ് കേസ് പ്രിന്റ് ആയി, പിന്നെ ആഫ്റ്റർ മെത്തേഡ് പ്രിന്റ് ആയി, അല്ലേ? അതായത് ആദ്യം ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുക? അപ്പോൾ @ബിഫോർ മെത്തേഡ് അനോട്ടേഷൻ, അത് കഴിഞ്ഞ് ടെസ്റ്റ് അനോട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മെത്തേഡ്. ഇതാണ് ഓർഡർ. ഇതിപ്പോ നടന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് കേസിന് മുമ്പേ ഒരു സംഭവം എഴുതി, അത് എക്സിക്യൂട്ട് ആയി കറക്റ്റ് ആയിട്ട്. അതെ, ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി, പിന്നെ ആ ടെസ്റ്റ് കേസ് കഴിഞ്ഞിട്ട് ഒരു കാര്യം എക്സിക്യൂട്ട് ആയി. അപ്പൊ ഇത് 3 സക്സസ് ആയി എന്നുള്ളതാണ്. അതെ, സക്സസ് ആയി എന്നുള്ളതാണ് 3 വന്നത്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതിന് അർത്ഥം സക്സസ് ആയി. മനസ്സിലായോ? അപ്പൊ ഈ ടെസ്റ്റ് കേസ് മാത്രം പ്രിന്റ് ആയി കഴിഞ്ഞാൽ അത് സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ബിഫോർ മെത്തേഡ് ആഫ്റ്റർ മെത്തേഡ് വേണം. സക്സസ് ആണ്. ബിഫോറും ആഫ്റ്ററും ഇല്ലാതെ എഴുതാം. സക്സസ് ആവുകയെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെസ്റ്റിൽ എഴുതിയ കാര്യം എക്സിക്യൂട്ട് ആയി നല്ലപോലെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതാണ് ചോദിച്ചത്. അത് എക്സിക്യൂട്ട് ആവും. ഞാനിപ്പോ ഈ പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ഒരു കോഡ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഇൻവോക്ക് ആവുന്ന ബിഫോർ മെത്തേഡ് ആയിരിക്കും, അത് കഴിഞ്ഞ് ഇൻവോക്ക് ആവുന്നതാണ് ടെസ്റ്റ്, അതിന് ശേഷമായിരിക്കും ആഫ്റ്റർ. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യിച്ചത്. ക്ലിയർ ആയോ? ഓക്കെ, ഭാഗ്യക്ക് ക്ലിയർ ആണോടാ? ഭാഗ്യക്ക് ക്ലിയർ ആണോടാ? ഹരിതയ്ക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യൂ. ആഫ്റ്റർ മെത്തേഡ് കഴിഞ്ഞ് പുതിയൊരു അനോട്ടേഷൻ കൊടുക്കാട്ടെ നമുക്ക്. ടെസ്റ്റിന് മുൻപ് ലൈൻ നമ്പർ 22 കഴിഞ്ഞിട്ട് അരവിന്ദ്. ബിഫോർ ടെസ്റ്റ്, ബിഫോർ ടെസ്റ്റ് ടി ക്യാപ്സേ കൊടുത്തോളൂ. പ്രിന്റ് ഒരു ഇമ്പോർട്ട് ചെയ്യൂ, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യൂ. പേര് കൊടുത്തു, ബിഫോർ ടെസ്റ്റ് എക്സിക്യൂഷൻ. ഓക്കെ, ഇതില് ജസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്തോളൂ. ബിഫോർ ടെസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യൂ ഇതില്. ബിഫോർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട് നമ്മൾക്ക് ടെസ്റ്റ് എഞ്ചിന്. അത് എന്തിന്റെ കളക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ ടെസ്റ്റ് മെത്തേഡ്സ് എന്ന് പറയാം. ഓക്കെ, ടെസ്റ്റ് എന്നൊരു ടാഗ് അവൈലബിൾ ആണ് നമുക്ക് ടെസ്റ്റ് എൻജിയിൽ. നമുക്ക് ഇനി ഫെർദർ പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് സേ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൽ ഞാൻ ഏതൊക്കെ ടെസ്റ്റ് മെത്തേഡ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ടോ അതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു ടാഗ് സെറ്റ് ചെയ്യാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് എന്താണെന്ന് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ടെസ്റ്റ് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ടെസ്റ്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് അൺറിലേറ്റഡ് ടെസ്റ്റ് മെത്തേഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ക്ലാസ് പറഞ്ഞതുപോലെ ടെസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞു, ഒരേ സിനാരിയോയിൽ വരുന്ന ഡിഫറെന്റ് ടെസ്റ്റ് കേസസ് അല്ലേ? നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ, ഒരേ സിനാരിയോയിൽ വരുന്ന 4 ടെസ്റ്റ് കേസസ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ടെസ്റ്റില് കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് അൺറിലേറ്റഡ് ടെസ്റ്റ് കേസസ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നുമില്ല, ഡിഫറെന്റ് സിനാരിയോസിലുള്ള ടെസ്റ്റ് കേസ് ആയിരിക്കാം. പക്ഷെ അതിനെല്ലാറ്റിനും കൂടെ കളക്ട് ചെയ്ത് ഞാൻ എഴുതിയാൽ അതിനെ പറയുന്ന പേരാണ് ടെസ്റ്റ്. ക്ലിയർ ആണോടാ? ഒരു ആപ്ലിക്കേഷനിലുള്ള ഡിഫറെന്റ് സിനാരിയോസിനെ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ്. ഇതിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മനസ്സിലായോ? ലോഗിൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഞാൻ പറയാം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിൽ ഒരു ലോഗിൻ പേജ് ഉണ്ട്, ലോഗിൻ കഴിഞ്ഞൊരു ഹോം ഉണ്ട്. ഹോം പേജിന്റെ സിനാരിയോസ് എല്ലാം ഞാൻ വേറൊരു ടെസ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ലോഗിൻ വേറൊരു ടെസ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അതില് ലെറ്റ്സ് സേ ഞാനിപ്പോൾ ലോഗിന്റെ ടെസ്റ്റ് കേസിൽ ഉള്ളൊരു വാലിഡ് ലോഗിന്റെ ടെസ്റ്റ് കേസും അതുപോലെ തന്നെ ഹോം പേജിലുള്ള ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷനാലിറ്റിയും ഇത് രണ്ടിനെയും കൂടെ ഞാൻ ഒറ്റൊരു ടാഗിനകത്ത് കൊണ്ടുവന്ന് എഴുതാൻ വിചാരിക്കുമോ? ഓക്കെ, അപ്പൊ ഹോമിന്റെ ക്ലാസിന്റെ അണ്ടറിലുള്ള ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയെ അതുപോലെ ലോഗിന്റെ അണ്ടറിലുള്ള ഒരു വാലിഡ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റിയെ, ഈ രണ്ട് ഫംഗ്ഷനാലിറ്റീസിനെയും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതിയെന്ന് വിചാരിക്കുക. അതായത് ക്ലാസ്സസ് അവിടെ തന്നെയാണ്, ഞാൻ അതിന്റെ എക്സിക്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലോഗിനിൽ നിന്നുള്ള ലോഗിൻ പേജിലുള്ള വെരിഫൈ വാലിഡ് ലോഗിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് കേസും ഹോം പേജിലുള്ള വെരിഫൈ ലോഗ് ഔട്ട് എന്ന ടെസ്റ്റ് കേസും. ഓക്കെ, ഈ രണ്ട് ടെസ്റ്റ് കേസിനെയാണ് ഞാൻ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ്. ക്ലിയർ ആണോ അരവിന്ദ്? പറഞ്ഞത് ക്ലിയർ ആയി, പക്ഷെ കോഡിൽ എങ്ങനെ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിപ്പോ എന്റെ കയ്യിലുള്ള ലോഗിന്റെ ടെസ്റ്റ് കേസിലുള്ള ലോഗിന്റെ സിനാരിയോയിലുള്ള വാലിഡ് ലോഗിൻ എന്ന ടെസ്റ്റ് കേസ്. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് സിനാരിയോയുടെ അകത്തുള്ള ടെസ്റ്റ് കേസ് ഒന്നിച്ച് എഴുതുമ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആ രീതിക്കും യൂസ് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ റൺ ആവണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം, ടാഗ് ഉപയോഗിക്കണോ? അത് നമുക്ക് പഠിക്കാനുണ്ട് ഇനി ഫർദർ. അതായത് നമ്മളിപ്പോ XML ടാഗുകൾ യൂസ് ചെയ്യുന്നില്ല, ഡിപ്പെൻഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു ടാഗാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോം XML അല്ല, ടെസ്റ്റ്എൻജി XML എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യൂനി. സോ ടെസ്റ്റ്എൻജി XML വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എന്നിട്ടൊരു ടാഗ് കാണാം. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ അതെല്ലാം ഒറ്റ സ്ട്രെച്ചിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് ഒറ്റ സ്ട്രെച്ചിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്കൊരു കാര്യം, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കൂ. മനസ്സിലായോ? അവിടെ എനിക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. ലെറ്റ്സ് സേ അവിടെ വെച്ചിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണം
ടെസ്റ്റ് ദിസ് ടെസ്റ്റ് ഈസ് ഗെറ്റിംഗ് എക്സിക്യൂട്ടഡ് എന്ന് എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് കിട്ടണം. ഓക്കെ, കൺസോളിൽ പ്രിന്റ് ചെയ്ത് കിട്ടണം എന്ന് വിചാരിക്കൂ. ക്ലിയർ? ദിസ് ടെസ്റ്റ് ഈസ് ഗെറ്റിംഗ് എക്സിക്യൂട്ടഡ് എന്നെനിക്കൊന്ന് പ്രിന്റ് ചെയ്ത് വരണം. ഏത്? ഈ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട്. അപ്പം ഞാൻ ഏതിൽ കൊടുക്കും? അത് @before ടെസ്റ്റിൽ കൊടുക്കും. ക്ലിയർ ആണോ? @before test. നമ്മളിപ്പോൾ കൊടുത്ത ടാഗ് ഇല്ലേടാ, സോറി അനോട്ടേഷൻ ഇല്ലേടാ, ആ അനോട്ടേഷനിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഇതിന് മൊത്തത്തിലുള്ള ഒരു ഓർഡർ ഉണ്ടോ? അതായത് നമ്മളിപ്പോ എങ്ങനെയൊക്കെ കോഡ് എഴുതിയാലും ഈ ബിഫോർ മെത്തേഡിലുള്ളതെല്ലാം ആദ്യം റൺ ചെയ്യും. അതെ. അതായത് ഇനി ഞാൻ ഈ പബ്ലിക് വോയിഡ് എന്ന് പറഞ്ഞ നമ്മള് ബിഫോർ മെത്തേഡ് എക്സിക്യൂഷൻ എഴുതിയിട്ടില്ലേ, അപ്പൊ ഈ ലൈൻ നമ്പർ 15 ഞാനൊരു മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ അതെല്ലാം ഈ ബിഫോർ മെത്തേഡിൽ റൺ ആവും? ഇല്ല, റൺ ആവില്ല. ഈ അനോട്ടേഷൻസ് ഒറ്റൊരു മെത്തേഡിനെ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് ഇനി താഴോട്ട് ഇനി എന്ത് നമ്മൾ കോഡ് ചെയ്താലും ഈ ബിഫോർ മെത്തേഡിന് മുന്നേ ഉള്ള അപ്പൊ നമുക്ക് രണ്ടെണ്ണം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ? രണ്ടെണ്ണം സെപ്പറേറ്റ് അനോട്ടേഷൻ കൊടുക്കണം. അപ്പൊ അതാ മറ്റേ കോഡിന്റെ ഓർഡറിൽ തന്നെ പോവായിരിക്കും അല്ലേ? അതെ, അതേ ഓർഡറിൽ തന്നെ പോവും. അതെ. ഓക്കെ. അല്ല, ഇപ്പൊ ഈ ബിഫോർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണോ പിന്നെ അത് കഴിഞ്ഞിട്ടാണോ ബിഫോർ ടെസ്റ്റ് വരുന്നത്? അതിന്റെ ഓർഡർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവും അത്. ഇനി ഇത് കഴിഞ്ഞ് തൊട്ട് താഴെ ഇതുപോലെ തന്നെ നമുക്കുള്ള അനോട്ടേഷൻ ആണ് @after test. ഓക്കെ. എനിക്ക് ആഫ്റ്റർ ടെസ്റ്റും ആഫ്റ്റർ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മനസ്സിലാവുന്നത്. ആഫ്റ്റർ മെത്തേഡും അല്ലെങ്കിൽ ബിഫോർ ടെസ്റ്റും ബിഫോർ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണോ? അതായത് ബിഫോർ മെത്തേഡ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ നമ്മളുടെ ലോഗിന്റെ സിനാരിയോയിൽ 4 ടെസ്റ്റ് കേസസ് ഉണ്ട്. ഓക്കെ, വാലിഡ് ലോഗിൻ, ഇൻവാലിഡ് യൂസർ നെയിം, ഇൻവാലിഡ് പാസ്വേഡ്, ബോത്ത് ഇൻവാലിഡ്. 4 ടെസ്റ്റ് കേസ് ഉണ്ട്. ഈ ഓരോ ടെസ്റ്റ് കേസിന് മുൻപ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ബിഫോർ മെത്തേഡിൽ ഉണ്ടായിരിക്കുക. ബിഫോർ ഈച്ച് മെത്തേഡ്സ്. ബിഫോർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെസ്റ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, അതായത് അവിടെ നമുക്ക് ഓരോ മെത്തേഡും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞല്ല ഇത് വരിക. പകരം എങ്ങനെയായിരിക്കും വരിക? ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒറ്റൊരു എക്സിക്യൂഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഏത് പോയിന്റാ കിട്ടാത്ത? എവിടെ വെച്ചാ കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ടും തമ്മില്? ടെസ്റ്റ് എന്താണെന്നാണോ ക്ലിയർ ആവാത്ത? ടെസ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ടെസ്റ്റ് എന്താണ് ക്ലിയർ? എന്താണെന്ന് പറയണ്ടേ? ഓക്കെ, പറയാം. അതായത് ടെസ്റ്റ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ എൻ്റെ കയ്യിൽ ഒരു ലോഗിൻ്റെ സിനാരിയോയും ഹോം പേജിൻ്റെ സിനാരിയോയും ഉണ്ട് ഒരേ ആപ്ലിക്കേഷൻ്റെ. ഓക്കെ, സോ ഒരു 2 സിനാരിയോസ് ഉണ്ടാവുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ലെറ്റ്സ് സേ ലോഗിൻ്റെ പേജിൽ നിന്നും ഒരു വാലിഡ് ലോഗിൻ്റെ സിനാരിയോയും ഹോം പേജിൽ നിന്ന് ലോഗ് ഔട്ടിൻ്റെ സിനാരിയോയും കൂടെ എനിക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യണം. ഒരുമിച്ച് കമ്പൈൻ ചെയ്തിടണം എന്നല്ല പറഞ്ഞത്, എക്സിക്യൂട്ട് ചെയ്യണം എന്നാണേ. അങ്ങനെ വരുമ്പോൾ അതിനെ ഞാൻ TestNG പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് കൊടുക്കും. ഇതുവരെ ക്ലിയർ ആണോടാ? ഈ ടാഗ് കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇത് മറ്റേ ഇത് കണക്കിട്ട് റൺ ആവും?
ഈ ഒരു ഓർഡറിൽ റൺ ആവില്ല. ഇല്ല, അതായത് ഒരു ക്ലാസ് മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഏത് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യുന്നു ആ ക്ലാസ് മാത്രം എക്സിക്യൂട്ട് ആവും. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മെത്തേഡിനകത്ത് മൊത്തം ലോഗിൻ ടെസ്റ്റ് കേസും അടുത്ത മെത്തേഡിനകത്ത് ലോഗൌട്ട് ടെസ്റ്റ് കേസും ആണ് ഒരു ക്ലാസിന്റെ അകത്ത്. യെസ്, അതെ. ക്ലാസിന്റെ അകത്ത്, അതെ. അപ്പോ ഇത് രണ്ടും കൂടെ ആ ഒരു ഇത് രണ്ടും കൂടെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ TestNG XML എന്ന് പറഞ്ഞ ഒരു XML സപ്പോർട്ട് എടുക്കുന്നത്. ആ TestNG XML ഉള്ള ടാഗ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സേ ആ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ അവിടെ വെച്ചിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഏതിൽ കൊടുക്കാം? ബിഫോർ ടെസ്റ്റിൽ കൊടുക്കാം. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ നേരെ വൈസ് വേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ആണ് @after test എന്ന് വെച്ചാല് എന്തായിരിക്കും? അതായത് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമായിരിക്കും ഏതിൽ കൊടുക്കുന്നത്? ആഫ്റ്റർ ടെസ്റ്റിൽ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഭാഗ്യക്കും ഹരിതയ്ക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. എന്തോ കേട്ടില്ല. ആഫ്റ്റർ ടെസ്റ്റ് കൊടുക്കൂ അടുത്തൊരു അനോട്ടേഷൻ ആയിട്ട്. ഹലോ, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, എന്നാ അതിലേ മൊത്തത്തിൽ റൺ ചെയ്യാനല്ലേ പറഞ്ഞേ? ടെസ്റ്റില് റണ്ണ് കൊടുക്കൂ. ഈ റണ്ണ് മാത്രമാണോ അതോ മൊത്തത്തിൽ റണ്ണാണോ? അത് മാത്രം റൺ ചെയ്താൽ മതി. അത് മാത്രമേ റൺ ചെയ്യാനുള്ളതുള്ളൂ അതിൻ്റെ അകത്ത് ഇപ്പൊ. യെസ്, ആ കൺസോളിലൊന്ന് ചെക്ക് ചെയ്യൂ. ആദ്യം ഏത് വന്നു? ബിഫോർ ടെസ്റ്റ് വന്നു അല്ലേ? അപ്പോൾ അതായത് ഒരു ഫയലില് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു TestNG ഫയലില്
അഗ്രേറ്റ് ബിഫോർ ടെസ്റ്റും അഗ്രേറ്റ് ബിഫോർ മെത്തേഡും ഉണ്ടെങ്കിൽ ആദ്യം ആരെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്? ബിഫോർ ടെസ്റ്റ്. ബിഫോർ ടെസ്റ്റിനെ. നെക്സ്റ്റ് ബിഫോർ മെത്തേഡിനെ ആയിരിക്കും. അഡ്രേറ്റ് ആഫ്റ്ററിലേക്ക് വരുമ്പോൾ നേരെ വൈസ് വേഴ്സ ആയിരിക്കും. അതായത് അഡ്രേറ്റ് ആഫ്റ്റർ മെത്തേഡ് പിന്നെ അഡ്രേറ്റ് ആഫ്റ്റർ ടെസ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഉണ്ടടാ 2 ടാക്സും കൂടെ, 2 അനോട്ടേഷൻസും കൂടെ ഉണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് അറ്റ് ബിഫോർ ക്ലാസ്. അതെന്തായിരിക്കും? ആ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ. അതെ, ഒരു ടെസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ്. കറക്റ്റ്. ക്ലിയർ ആണോ ഇവിടെ ഭാഗ്യ? അറ്റ് ബിഫോർ ക്ലാസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇനി പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ലേ? വേണ്ട. പുതിയൊരു ക്ലാസ്സിൽ എഴുതുമ്പോ ഒരു ടെസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യത്തില്ലേ നമ്മള്? അന്നേരമാണ് അറ്റ് ബിഫോർ ക്ലാസിന്റെ യൂസേജ് വരിക. ഇതൊരു ടെസ്റ്റ് ക്ലാസ് ആണ്. അതെ, ഈ ടെസ്റ്റിന്റെ അനോട്ടേഷൻ പറഞ്ഞ ടെസ്റ്റ് ക്ലാസ് അല്ലേ? ആണ്. സോ ഈ ടെസ്റ്റ് ക്ലാസിന്റെ എക്സിക്യൂഷന് മുൻപ് എന്നുള്ള രീതിക്ക് വരും. ഓക്കെ. അല്ല, ഇത് കോഡിൽ എവിടെ എഴുതിയാലും അങ്ങനെ റൺ ആവത്തുള്ളൂ. അതെ. അത് നമ്മൾ എഴുതുന്ന ഓർഡറിലല്ല എക്സിക്യൂട്ട് ആവുന്നത്. കോഡിൽ എവിടെ എഴുതിയാലും അങ്ങനെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അത് നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ബിഫോർ ക്ലാസ് എന്തോ ക്ലാസ് നെയിം പിന്നെ ഇവിടെ എഴുതുമോ? ബിഫോർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സെയിം പബ്ലിക് വോയിഡ് ഒരു എന്താണ് എനിക്ക് കൊടുക്കും. ഓക്കെ. സിസ് ഔട്ടിൽ കൊടുത്തോളൂ. ഭാഗ്യക്കും ഹരിതയ്ക്കും ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഓക്കെ. ഇതേപോലെ ആഫ്റ്റർ ക്ലാസ്സും കൊടുത്തു നോക്കൂ. ആഫ്റ്റർ ക്ലാസ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? അപ്പോ ടെസ്റ്റ് ക്ലാസ് കഴിഞ്ഞ എക്സിക്യൂഷൻ. കറക്റ്റ്. ഭാഗ്യക്ക് ക്ലിയർ അല്ലേടാ? ആഫ്റ്റർ ക്ലാസ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ക്ലാസ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അത് എപ്പോഴായിരിക്കും വരുന്നേ? ഒരു ടെസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ സിനാരിയോ. അതൊരു ടെസ്റ്റ് ക്ലാസ് ആണ്. കൂടുതൽ സിനാരിയോസോ? ഒന്നിൽ കൂടുതൽ സെയിം കൈൻഡ് ഓഫ് സിനാരിയോസ്. ഒന്നിൽ കൂടുതൽ സിനാരിയോസോ അല്ലേ? സോ അങ്ങനെ ഇതിന്റെ ഒരു നോട്ട് ഇവിടെ തന്നെ എഴുതിയിടാനായിട്ട്. ഓ ഷുവർ. അല്ല, അതായത് ഇപ്പം ബിഫോർ മെത്തേഡ് ആണെങ്കിൽ ഞാൻ നോട്ട്സ് ഉണ്ടോ നോക്കട്ടെ. നോട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്ത് തരാം ചാറ്റിൽ. ഓക്കെ. ഇപ്പൊ എങ്ങനെ എക്സിക്യൂട്ട് ആയതെന്ന് നോക്കൂ. ആദ്യം ബിഫോർ ക്ലാസ് വന്നു, പിന്നെ ബിഫോർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ബിഫോർ ക്ലാസ് വന്നു, അത് കഴിഞ്ഞ് ബിഫോർ മെത്തേഡ് വന്നു അല്ലേ? ഞാൻ നോട്ട്സ് എടുക്കട്ടെ നിങ്ങൾക്കുള്ള.
ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ബിഫോർ ക്ലാസ്സും ആഫ്റ്റർ ക്ലാസ്സും പറഞ്ഞു. ഇനി കളക്ഷൻ ഓഫ് ടെസ്റ്റ് ക്ലാസ്സസിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് സ്യൂട്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാമോ? നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ടെസ്റ്റ് മെത്തേഡ് പറഞ്ഞു, ടെസ്റ്റ് ടാഗ് പറഞ്ഞു, ടെസ്റ്റ് ക്ലാസ് പറഞ്ഞു അല്ലേ? ഇനി ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളെ ഞാൻ ഒരുമിച്ച് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂട്ട്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ വെച്ചാൽ എങ്ങനെയായിരിക്കും? ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകളെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ടാഗുകളെ പ്ലേസ് ചെയ്യാൻ പറ്റാവുന്ന പ്ലേസ് ഹോൾഡർ ആണ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ടാഗുകളെ പ്ലേസ് ചെയ്യാൻ പറ്റാവുന്ന സ്യൂട്ട് ആണ്, പ്ലേസ് ഹോൾഡർ ആണ് സ്യൂട്ട് എന്ന് പറയുന്നത്. ബിഫോർ സ്യൂട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ബിഫോർ ഈ ക്ലാസ്സിന് മുന്നേ ഈ എൻറ്റയർ സ്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ്. സ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ? കളക്ഷൻ ഓഫ് ക്ലാസ്സസ്. ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ക്ലാസ്സസിന് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനാണ് സ്യൂട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിനെ, അല്ലെങ്കിൽ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറയാം, ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകളുടെ കോമ്പിനേഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്യൂട്ട് എന്ന് പറയാൻ പറ്റും. ബേസ് ആയിട്ടുള്ളത് നമ്മുടെ ടെസ്റ്റ് മെത്തേഡ് ആണ്. ടെസ്റ്റ് ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് മെത്തേഡ്സ് എഴുതുന്ന പ്ലേസ് ഹോൾഡറിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ടെസ്റ്റ് ക്ലാസ് എന്ന് വിളിക്കാം. ആൻഡ് ഈ ടെസ്റ്റ് ക്ലാസ്സുകളിലുള്ള ഒന്നിൽ കൂടുതലായിട്ടുള്ള മെത്തേഡ്സിനെ, അല്ലെങ്കിൽ ആ എൻറ്റയർ ആയിട്ടുള്ള ടെസ്റ്റ് ക്ലാസ്സിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സ്പേസിനെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ടെസ്റ്റ് ടാഗിൽ എഴുതാൻ പറ്റും. ആൻഡ് ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ടാഗുകൾ എഴുതുന്ന സ്പേസിന് എന്ത് പറയാൻ പറ്റും? സ്യൂട്ട് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ തന്നെ എന്താണ്? ബിഫോർ സ്യൂട്ടും എഴുതാം, ആഫ്റ്റർ സ്യൂട്ടും എഴുതാം. എഴുതി നോക്കൂ. ആകെ ക്ലിയർ ആണോടാ? ഹരിതയ്ക്കോ? ഞാനിപ്പോ പറഞ്ഞേ, ടൈപ്പ് ചെയ്തുതരാം. ചാറ്റിലുണ്ട്. ചാറ്റിലൊന്ന് നോക്കുവോ? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ബിഫോർ സ്യൂട്ടിനാണെന്ന് കാണാൻ പറ്റും അല്ലേ? ഫസ്റ്റ് ബിഫോർ സ്യൂട്ട്, പിന്നെ ബിഫോർ ടെസ്റ്റ്, പിന്നെ ബിഫോർ ക്ലാസ്, ദെൻ ബിഫോർ മെത്തേഡ്.
നെക്സ്റ്റ് @ടെസ്റ്റിനായിരിക്കും പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് @ആഫ്റ്റർ മെത്തേഡ് @ക്ലാസ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് @ആഫ്റ്റർ സ്യൂട്ട് അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. സോ ഞാനിന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇന്നെടുത്ത ഈ പോർഷൻസ് ഡൗട്ട് ഉണ്ടോടാ? ഇതിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ. കൺസെപ്റ്റ്സ് ക്ലിയർ ആയോ? ഓർഡർ ഇതാണ്, ഓർഡർ ഇതാണ്, എക്സിക്യൂഷൻ ഓർഡർ ഇതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ആകെ @ബിഫോർ മെത്തേഡും ആഫ്റ്റർ മെത്തേഡും ആയിരിക്കും. എല്ലാം നമ്മൾ വലിച്ചു വാരി നോർമലി യൂസ് ചെയ്യത്തില്ല. ഓക്കെ. നമുക്കത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എപ്പോഴെങ്കിലും? എക്സാമ്പിൾ ആയിട്ട് യെസ്, നമുക്ക് ലാസ്റ്റ് ചെയ്യാം അത്. ആ, ഓക്കെ.